നമ്മളെല്ലാവരും ഇന്ന് കക്കയത്തുള്ള ഉരക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി വീണിട്ടുണ്ടെങ്കിൽ അവിടെ തെരച്ചിലുണ്ടാവില്ല. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി കാണുന്ന ഒരേ ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഒരു ഉരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം എവിടെയാണ് വീഴുന്നത് എന്നൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണേ. നമ്മളെ കാറിലാണ് പോകുന്നത്. ബസ്സിൽ പോവുകയാണെങ്കിൽ കക്കയം ടൗൺ വരെയാണ് ബസ് ഉണ്ടാവുക. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ഓട്ടോയോ ജീപ്പോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വിളിച്ച് പോകണം. ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട് ടൗണിൽ നിന്ന് കക്കയം ഡാമിലേക്ക്. അതുകൊണ്ട് നമ്മൾ കാറിലാണ് പോകുന്നത്. ഭക്ഷണമൊക്കെ കക്കയം ടൗണിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് കയറാൻ നോക്കുക. കാരണം മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ മുകളിലേക്ക് പോയി കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാം. അവിടെ 70 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കക്കയം ഡാമിലേക്ക് കാട്ടിലൂടെ പോകാൻ സാധിക്കും. കുറച്ച് ദൂരം ഉണ്ടാവും ഈ ഒരു യാത്ര. ഫോറസ്റ്റിലൂടെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഒക്കെ ശരിക്കും അടിപൊളിയാണ്. കക്കയം ഡാമിൽ നിന്നിട്ട് വെള്ളം ഒഴുകി പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പാണ് ആ കാണുന്നത്. കക്കയം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലേക്കാണ് ഈ ഒരു പൈപ്പ് പോകുന്നത്. നമ്മളൊരു 3 മണി സമയത്താണ് കക്കയം ഡാമിൻ്റെ അടുത്തെത്തിയത്. ആ സമയത്ത് തന്നെ കോട നന്നായിട്ട് ഇറങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കോട മൂടാൻ തുടങ്ങി. അട്ടയുണ്ടെന്ന് അവിടുന്ന് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുല്ലിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കക്കയം ഡാമിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം നമുക്ക് ഉരക്കുഴി വാട്ടർഫോൾസിലേക്ക് നടക്കാനുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് കുടയോ റെയിൻകോട്ടോ കയ്യിൽ കരുതുന്നത് ഉപകാരമായിരിക്കും. കക്കയം ഡാമിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് നമ്മുടെ വയനാട്ടിലെ ബാണാസുര ഡാമിൽ നിന്നുമാണ്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ട്. നിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും നമ്മളെ ശ്രദ്ധിക്കാനും ഒരുപാട് ഗൈഡ് അവിടെ തന്നെ ഉണ്ടാവും. 600 അടി താഴ്ചയുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്. അതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ വെള്ളം ചാടി ചാടി പാറയ്ക്കെല്ലാം ഉരുളുപോലെ പൊത്തായി. അതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വെള്ളം താഴേക്ക് ഒഴുകി പോകുമ്പോൾ പാറയുടെ മുകളിലൂടെയല്ല പോകുന്നത്. ഈ പറഞ്ഞ ഉരുള് പോലെയുള്ള പൊത്തിലൂടെയാണ് പോകുന്നത്. അത് പല വഴിക്കായിട്ടാണ് തിരിയുന്നത്. ഈ വെള്ളം എല്ലാം ഒഴുകി പോകുന്നത് നമ്മുടെ കരിയാത്തുംപാറ തോണിക്കടവിലേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.